വിവിധ രാജ്യങ്ങളിൽ, അതായത് ഈ മുസ്ലിം രാജ്യങ്ങളായിക്കോട്ടെ, ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളായിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള അതായത് വേറെ മതങ്ങൾ ഉള്ള രാജ്യങ്ങളിൽ ഈ വാസ്തുപരമായിട്ട് പള്ളികളിൽ പോലും ഈ സ്വസ്തിക് ഉണ്ടെന്നായിരുന്നു. ഇനി ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം സ്വസ്തിക പേജിൽ വന്നൊരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വൃന്ദാവനത്തിലൊക്കെ പോകാൻ പറ്റി. കണ്ണന്റെ കഥകളിലേക്ക് ഞാൻ എത്തിയതല്ല, ഗുരുവായൂരപ്പൻ എന്നെ എത്തിച്ചതാണ്. ഞാൻ അനുഭവിച്ച ഹാപ്പിനെസ്, ഭഗവാന്റെ സ്നേഹം ഞാൻ എല്ലാവർക്കും പകർന്നു കൊടുക്കാനായിട്ട് സോഷ്യൽ മീഡിയ വഴി ശ്രമിച്ചു. ആ സ്വസ്തിക എന്ന് പറഞ്ഞ പേജ് അത് അങ്ങോട്ട് അട്രാക്റ്റഡ് ആയതാണ്. അത് ഗുരുവായൂരപ്പൻ ആക്കിയതാണ്, ഞാൻ ആക്കിയതല്ല. ഗുരുവായൂരപ്പനാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. സ്വസ്തിക എന്ന് പറയുന്ന ഒരു ചിഹ്നത്തെ കുറിച്ചിട്ട് വായിക്കുന്നത്. സ്വസ്തിക എന്ന് പറയുന്നത് ഓൾ ഇസ് വെൽ എന്നാണ് അർത്ഥം, സർവമംഗളകാരി വിഷ്ണു. പക്ഷേ പലർക്കും അത് പേടിയാണ്, അത് ഹിറ്റ്ലർ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നാ പിന്നെ ഞാനത് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയപ്പോൾ എന്നിൽ നിന്ന് എന്ത് ചേഞ്ച് അതിന് കൊണ്ടുവരാം, അതിലൊരു നന്മയുണ്ട്. പക്ഷെ ഇത് എന്നെ ഇപ്പൊ ഒരു ടൂളായിട്ട് എടുത്തു ഭഗവാൻ. അത് എന്തെങ്കിലും മുജ്ജന്മ ഒരു പുണ്യം കൊണ്ടായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം ഭഗവാൻ. രീതി പറയാം, എന്താ ശിവന്റെ കഥ പറയാത്തതെന്ന് ചോദിക്കും. അത് വെച്ചാലേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ ആളുകൾക്കും ഒരേ കുറിപ്പടി എഴുതാൻ പറ്റുമോ? മരുന്ന് ഇല്ല. നമ്മളെല്ലാവരും മാനസിക രോഗികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറിയൊരു ഫിലോസഫിയും സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ ഇഷ്ടമല്ല, ഇൻസ്റ്റന്റ് എന്താണ് റിസൾട്ട് കിട്ടണം. അപ്പോ വിലോമംഗല സമയം പറയും, ഞാൻ ചോദിച്ചിട്ട് അങ്ങ് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ഈ കുറുരമ്മ പുള്ളിയുടെ ആ ഒരു ഈഗോ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് ആൻസർ ചെയ്യാതെ കുറുരമ്മ പറഞ്ഞ പോലെ ചെയ്തിട്ട് ആളുടെ അതും ഭേദാക്കിയത്. അങ്ങനെ ഒരു കഥയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് പ്രകൃതി തരുന്നത്, കാരണം നമ്മൾ അത്രയും നിഷ്കാമമായിട്ട് സറണ്ടർ ചെയ്തിരിക്കണം, ആത്മസമർപ്പണം ചെയ്തിരിക്കണം. ആ ഒരു സ്റ്റേജിൽ എത്തുന്നത് വരെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അത് നമ്മളെ നന്നാക്കാനായിട്ടാണ്. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഗുരുവായൂരപ്പ ഭക്തയായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് കണ്ണൻ്റെ കഥകൾ പറഞ്ഞു കൊടുത്ത് ആത്മീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സോഷ്യൽ മീഡിയയിലെ സ്റ്റാർ കൂടിയായിട്ടുള്ള ശ്രീ സ്വസ്തിക പാർവതിയാണ്. സ്വാഗതം. ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. നമസ്കാരം. ഞാൻ കുറേയായി സ്വസ്തികജിയായിട്ടൊരു ഇൻ്റർവ്യൂ എടുക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു സമയമായത്. ഭഗവാൻ ഈ സമയമാണ് അനുവദിച്ചതെന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ്, അതായത് കണ്ണൻ്റെ കഥകളിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? കണ്ണന്റെ കഥകളിലേക്ക് ഞാൻ എത്തിയതല്ല, ഗുരുവായൂരപ്പൻ എന്നെ എത്തിച്ചതാണ്. അതായത് കൊറോണ ടൈമില് ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പലരും പല കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി. ഞാൻ ഭഗവാന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ഭഗവത്ഗീത ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അപ്പൊ എൻ്റെ മാതാജി, അർച്ചന മാതാജി, ഭഗവാന്റെ കുറെ കഥകള് ലിങ്ക് എനിക്ക് അയച്ചു തരും. പിന്നെ പ്രഭുപദരുടെ ഭഗവത്ഗീത ഒക്കെ ചെറുപ്പം മുതലേ കഥകൾ വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ ഇല്ല. അതായത് നമ്മുടെ പുരാണങ്ങളൊക്കെ അവിടെ ആയിട്ടുള്ള കഥകളെ അറിയുള്ളായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു കൂട്ടി യോജിപ്പിച്ച് വായിച്ച് മനസ്സിലാക്കിയത് ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം. പിന്നെ ശ്രീമദ് ഭാഗവതം വായിച്ചു. അപ്പൊ അങ്ങനെ എനിക്ക് ഏകദേശം ഭഗവാന്റെ കഥകള് ആ സമയത്ത് എനിക്ക് തോന്നി, കൊറോണ സമയത്ത് എല്ലാവരും ടെൻഷനും എല്ലാവരും വിഷമത്തിലും പല ഡിപ്രഷനിലാകുമ്പം ഗുരുവായൂരപ്പന്റെ കഥകള് കേട്ടപ്പോഴാണ് പലർക്കും ആശ്വാസമായത്, എനിക്കും. അപ്പൊ അന്നേരം ആ ഒരു ഹാപ്പിനെസ്, ഞാൻ അനുഭവിച്ച ഹാപ്പിനെസ്, ഭഗവാന്റെ സ്നേഹം ഞാൻ എല്ലാവർക്കും പകർന്നു കൊടുക്കാനായിട്ട് സോഷ്യൽ മീഡിയ വഴി ശ്രമിച്ചു. കാരണം ഞാനൊരു യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു സാധാരണ ലേഡിയാണ്. ഹസ്ബൻഡ്, കുട്ടി, വീട്ടിലെ കാര്യങ്ങള്, പിന്നെ ഓഫീസ്, അങ്ങനെ പറഞ്ഞിട്ടൊരു ചെറിയ വൃത്താണ് എനിക്കുള്ളത്. അപ്പൊ ആ വൃത്തത്തിൽ നിന്നുകൊണ്ട് വലിയ ഫേമായിട്ടുള്ള വ്യക്തിയല്ല. അപ്പൊ ആ ചെറിയ വൃത്തത്തിൽ നിന്നുകൊണ്ട് ഭക്തിക്ക് ഓരോ കാലഘട്ടത്തിലും ഭഗവാൻ ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഓരോ ആളുകളെ അതിലേക്ക് വിടൂലേ. അപ്പൊ അങ്ങനെ ഓരോ ആളുകളുടെ കഥയൊക്കെ കേട്ട് പ്രചോദനായി. അങ്ങനെ ഞാനും എന്ത് ചെയ്തു, എൻ്റെ കുഞ്ഞു കുഞ്ഞു കഥകൾ പറയാൻ തുടങ്ങി. അത് ഭക്തജനങ്ങള്, അതായത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഓൾ അട്രാക്റ്റീവ് അല്ലേ. അപ്പൊ ഹൃദയത്തിൽ എന്തായാലും ഭഗവാൻ ഇരിക്കുന്നവരെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് ആ സ്വസ്തിക എന്ന് പറഞ്ഞ പേജ് അത് അങ്ങോട്ട് അട്രാക്റ്റഡ് ആയതാണ്. അത് ഗുരുവായൂരപ്പൻ ആക്കിയതാണ്, ഞാൻ ആക്കിയതല്ല. ഗുരുവായൂരപ്പനാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും. അപ്പം ഈ സ്വസ്തിക എന്ന് പറയുന്ന ആ ഒരു നാമം കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. ഭഗവാന്റെ ആ ഒരു രൂപത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു പേരിലേക്ക് എങ്ങനെ എത്തി? അയ്യോ, അത് ഭയങ്കര കഥയാണ്. അത് ഈ കൊറോണ ടൈമിന് മുന്നേയും എൻ്റെ മാരേജ് കഴിഞ്ഞ്
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് മുന്നേ ഈ കൃഷ്ണൻ, അമ്പലം, ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങള് വായിക്കുക, അതൊക്കെയാണ് ഇൻട്രസ്റ്റ്. അപ്പൊ മാരേജ് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ ഈ ആത്മീയ കാര്യങ്ങളിലേക്കുള്ള താല്പര്യം ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സമയത്ത് ഒരുപാട് ഞാൻ ഇങ്ങനെ വായിക്കുമായിരുന്നു. ഇങ്ങനെ വായിക്കാന്ന് വെച്ചാല് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയാ, ഒന്ന് വായിക്കുക, അടുത്തതിലേക്ക് പോവാ. ഇപ്പൊ ശ്രീ ശങ്കരാചാര്യരെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കണക്റ്റഡ് ആയിട്ട് വേറൊരാളുടെ, അപ്പൊ പത്മപാദരുടെ അടുത്ത ആ കഥ വായിക്കും. അങ്ങനെ വായിച്ച് 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 ഹിസ്റ്ററി ഇങ്ങനെ വായിച്ചിങ്ങനെ പോകുമ്പോഴാണ് സ്വസ്തിക എന്ന് പറയുന്ന ഒരു ചിഹ്നത്തെ കുറിച്ചിട്ട് വായിക്കുന്നത്. അപ്പൊ സ്വസ്തിക എന്ന് പറയുന്നത് ഓൾ ഇസ് വെൽ എന്നാണ് അർത്ഥം. സർവമംഗളകാരി, വിഷ്ണുവിനെ, സൂര്യനെ, ഗണപതിയെ ഒക്കെ പ്രതികരിക്കും, ബുദ്ധനെ, അതെല്ലാം പ്രതികരിക്കുന്ന ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള മംഗളകരമായിട്ടുള്ള ഒരു ചിഹ്നമാണ്. പക്ഷേ പലർക്കും അത് പേടിയാണ്, അത് ഹിറ്റ്ലർ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഹിറ്റ്ലർ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള നാസ്തികയാണ് യൂസ് ചെയ്തതെന്നാ പറയുന്നത്. അപ്പൊ അത് ഇതിന്റെ നേരെ ഡിസ്ട്രക്ഷൻ ആണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫലമാണ്. ഇത് നല്ലതാണെങ്കിൽ, നന്മ ഉണ്ടെങ്കിൽ തിന്മ ഉണ്ടാവും. അപ്പൊ തിന്മയാണ് അത് പ്രതികരിക്കുന്നത്. പക്ഷെ രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ രണ്ട് ട്വിൻസ്, ഒരു കുട്ടിയുടെ സ്വഭാവമായിരിക്കില്ല മറ്റേ കുട്ടിയുടെ സ്വഭാവം, രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ചിഹ്നത്തിലുള്ള ആ മിറർ ഇൻവേർഷൻ വരുമ്പോ അതിന്റെ സ്വഭാവവും മാറാണ്. അപ്പൊ അത് ആളുകൾക്ക് അറിയാതെയാണ് ഈ സ്വസ്തിക എന്ന് കേൾക്കുമ്പോ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകള് ഈ സ്വസ്തിക എന്ന് ഇട്ടിട്ട് ഇങ്ങനെ മോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിന്. എന്ന് വെച്ചാൽ സ്വസ്തിക എന്ന് പറയുന്നത് ഈ ഭയങ്കര മോശമാണ്, അത് ഈ ഹിന്ദുത്വ വർഗീയവാദ സ്ഥാപനം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സ്വസ്തികയെ മോക്ക് ചെയ്യുന്നത് കണ്ടപ്പോഴാണ്, എന്നാ പിന്നെ ഞാനത് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയപ്പോൾ എന്നിൽ നിന്ന് എന്ത് ചേഞ്ച് അതിന് കൊണ്ടുവരാം, അതിലൊരു നന്മയുണ്ടല്ലോ, അത് പ്രചരിപ്പിക്കാനായിട്ടാണ് ഞാൻ ആദ്യം പൊട്ടായിട്ട് ഇടാൻ തുടങ്ങിയത്. പിന്നെ സ്വസ്തിക പേജ് വന്നു. സ്വസ്തികയുടെ എല്ലാരും എന്താ ഈ സ്വസ്തിക എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ ഇനി ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം സ്വസ്തിക പേജിൽ വന്നൊരു ഒരു വർഷം കഴിഞ്ഞപ്പോ എനിക്ക് വൃന്ദാവനത്തിലൊക്കെ പോകാൻ പറ്റി. ഉത്തരാഖണ്ഡിൽ പല പുണ്യസ്ഥലങ്ങളിലും യാത്ര ചെയ്തു. കേരളം കഴിഞ്ഞ് അങ്ങോട്ട് ഈ നമ്മുടെ ഉത്തര ഭാരതത്തിലെല്ലാം യാത്ര ചെയ്യുമ്പോഴെല്ലാം എല്ലാ അമ്പലങ്ങളിലും എല്ലായിടത്തും, ഈവൻ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വീടുകളുടെ മുറ്റത്ത് സ്വസ്തികം നിന്നാണ് അവര് ഈ കോലം തന്നെ വരയ്ക്കാൻ തുടങ്ങുന്നത്. ലക്ഷ്മിയുടെ പ്രസൻസ് ആണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇതിന് ഇത്രയും വലിയൊരു സംഭവമാണ് ഞാൻ പൊട്ടായിട്ട് ഇട്ട് തുടങ്ങിയത് എന്നുള്ളത്. അത് തുടങ്ങുമ്പോൾ എനിക്കറിയാം ഇതിനെന്തോ പ്രത്യേകത ഉണ്ടെന്നുള്ളത്. പക്ഷെ ഇത് ഇത്രയും സംഭവമായിട്ടുള്ള അതായത് ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ അതിന്റെ ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരു ചിഹ്നം അല്ല അത്. പുരാതന കാലത്ത് പല സ്ഥലങ്ങളിൽ, ഇപ്പൊ നമ്മള് ഈ സ്വസ്തികയെ കുറിച്ച് അടിച്ചു കഴിഞ്ഞാല് ഈ വിവിധ രാജ്യങ്ങളിൽ, അതായത് ഈ മുസ്ലിം രാജ്യങ്ങളായിക്കോട്ടെ, ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളായിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള അതായത് വേറെ മതങ്ങൾ ഉള്ള രാജ്യങ്ങളിൽ ഈ വാസ്തുപരമായിട്ട് പള്ളികളിൽ പോലും ഈ സ്വസ്തിക് ഉണ്ടെന്നായിരുന്നു, അത് അവരുടെ ചിഹ്നമായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൂഗിളില്. അപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഒരു ദൈവികമുള്ള ഡിവൈൻ സിംബലാണ്. എന്നുവെച്ചാൽ ഈശ്വരനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിവൈൻ സിംബലാണ്, അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിംബലാണ്. ഈ ചിഹ്നത്തിന് പല മീനിങ്ങും ഉണ്ട്, അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ധർമാർത്ഥ കാമമോക്ഷം, പല പല വ്യാഖ്യാനങ്ങളാണ് പല ആളുകളും ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് വഴികൾ, അതായത് 4 വഴികൾ ഒന്നിലേക്ക് മുട്ടുന്നു. പല മതങ്ങളിൽ നിന്ന് ഈശ്വരൻ എന്ന് പറയുന്ന അതിന്റെ ബിന്ദു ശ്രദ്ധിച്ചിട്ടില്ലേ? സ്വസ്തികത്തിന്റെ 4 കാലുകൾ ഒന്നിലാണ് യോജിക്കുന്നത്. പിന്നെ പറയുന്നത് ഭഗവാൻ ഇരിക്കുന്ന ലോകത്തിന്റെ ആ ലോകം സ്വസ്തികാണ്. ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ഈ ആളുകൾ ഇത് പല രീതിയിൽ വട്ടാണ് എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ സത്യമായിട്ടും സ്വസ്തികയെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഒരുപാട് അറിവുകളായിരിക്കും നമുക്ക് കിട്ടുക. ഈ ഓം എന്ന് പറയുന്ന ആ ഒരു ശബ്ദത്തെയും ആ ഓംകാര മന്ത്രത്തെയും അതിന്റെ ആ ചിഹ്നം സൂചിപ്പിക്കുന്ന കാര്യങ്ങളെയും പറ്റി വലിയ റിസർച്ചുകളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു വലിയ പോസിറ്റീവ് സിംബലാണ് ഇത് സ്വസ്തിക എന്ന് പറയുന്നത്. പണ്ടത്തെ കാലങ്ങളിലാണെങ്കിലും ഇപ്പൊ നമ്മൾ ലിംഗം എന്ന് പറഞ്ഞാലും അത് ഒരു ചിഹ്നമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് എന്നുള്ളതിനെ, 1 എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 നമ്മൾ പറയണു. അതിനെ നമ്മൾ പ്രതികരിക്കാനാണ് 2, 3 എന്ന് പറഞ്ഞ ആ ചിഹ്നങ്ങൾ യൂസ് ചെയ്തത് അല്ലെ. അതുപോലെ പ്രകൃതി പുരുഷ ബന്ധം അല്ലെങ്കിൽ ഈശ്വരൻ എന്താണ് എന്നുള്ളത് പുരാതന കാലത്ത് ആളുകൾക്ക് മനസ്സിലാകാനും ഈ എങ്ങനെയാണ് ഈ പ്രകൃതിയുടെ ആ സൃഷ്ടി സ്ഥിതി സംഹാരം നടക്കുന്നത് എന്നുള്ളതിന്റെ പ്രതിനിധാനാണ് ലിംഗം എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഈ സ്വസ്തിക് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഹൈന്ദവ കുറെ തത്വങ്ങളുടെ അതിലൊന്നാണ് ധർമാർത്ഥ കാമമോക്ഷം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ചിഹ്നമാണ് സ്വസ്തിക എന്ന് പറയുന്നത്.
തീർച്ചയായിട്ടും. ആ, പക്ഷെ പലപ്പോഴും മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ലിംഗം എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് അത് ചിഹ്നമാണ് എന്നത് അവർ കൃത്യമായി മനസ്സിലാക്കാറില്ല. പലപ്പോഴും ഇല്ല. അവർ പലപ്പോഴും അതിനെ എന്താണ് വേറെ രീതിയിലൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ സ്വസ്തിക എന്ന് പറയുന്ന ചിഹ്നം വരുന്ന സമയത്തും അതിന്റെ കൃത്യമായ അർത്ഥതലങ്ങളിലേക്ക് പോവാറില്ല. മാത്രമല്ല സനാതനികളായിട്ടുള്ള ആൾക്കാർ തന്നെ എത്ര പേർ ഈ പുരാണങ്ങൾ അല്ലെങ്കിൽ ഉപനിഷത്തുകൾ കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും പലർക്കും ഒരറിവും ഉണ്ടാവില്ല. അതിന്റെ മുകളിലാണ്, പക്ഷെ അറിവില്ലാതിരുന്നിട്ട് കൂടി ആയിരിക്കും അവർ അഭിപ്രായം പറയുന്നത്. അതൊരു വലിയ പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഇപ്പം ഞാൻ വേറൊരു വിഷയം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഈ സ്വസ്തിക പേജും കാര്യങ്ങളൊക്കെ ആരംഭിച്ചതിന് ശേഷം ഞാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ. ഈ ഒരു സംസാരം എന്നെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്, എൻ്റെ അവസ്ഥകളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഭഗവാനിലേക്ക് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കമന്റുകൾ ഞാൻ കാണാറുണ്ട്. ഇപ്പം നാരായണീയം, ഇപ്പം മേൽപ്പത്തൂരിന് വാതരോഗം മാറ്റിക്കൊടുത്ത എന്താണ് വൈദ്യനാഥനായിട്ടുള്ള ഭഗവാനാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഭാവങ്ങളിലുണ്ട്. അപ്പം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആളുകളിൽ നിന്ന് കിട്ടിയ ഒരു എന്താണ് ഒരു അഭിപ്രായം എന്തായിരുന്നു? അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിൽ അങ്ങനെ 1-2 കാര്യങ്ങൾ പറയാൻ പറ്റും? മാറ്റങ്ങൾ എല്ലാവർക്കും വന്നിട്ടുണ്ട്, എനിക്കും വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരുടെയും ജീവിതം ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ. ഇപ്പൊ നമ്മൾ ഏത് വലിയ വലിയ മഹത് വ്യക്തികളെ എടുത്തു നോക്കിയാലും അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ചിലപ്പോൾ വിശ്വസിച്ച ഒപ്പീനിയൻ ആയിരിക്കില്ല, പിന്നെ അവർ ലാസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ അല്ലെ, എല്ലാം ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അപ്പോൾ അതുപോലെ ആളുകളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് സസ്റ്റൈനബിൾ ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. ഇപ്പോ ഞാൻ കഥകൾ പറയുമ്പോൾ പെട്ടെന്നൊരു മോട്ടിവേഷൻ അവർക്ക് ഭക്തിയിൽ കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾക്കുണ്ടായ ആ ഒരു ചേഞ്ച് അത് നമ്മളതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കൂടെ സാധിക്കണം. അപ്പോൾ ഇപ്പൊ സ്വസ്തികയിലൂടെ കഥകൾ പറഞ്ഞു, ആ സമയത്തുള്ള വേദനകൾ മാറി, ഒരുപാട് സന്തോഷം. സ്വസ്തിക നിങ്ങൾ കാരണം എല്ലാം എനിക്ക് ഒരുപാട് സന്തോഷമാണ്. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തതല്ല, ആ ഒരു പീരീഡിലൊരു ട്രാൻസ്ഫോർമേഷന് ഭഗവാൻ എന്നെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്തു. പക്ഷെ ആ ട്രാൻസ്ഫോർമേഷൻ ഇനിയും സസ്റ്റൈനബിൾ ആയിട്ട് പോകുമ്പോഴാണ് ആളുകൾ പിന്നെ അങ്ങോട്ട് ഓടുകയാണ്. അതായത് അവിടെ അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് പഠിക്കണം, ഇത് പഠിക്കണം. അങ്ങനെയല്ല, നമുക്ക് കിട്ടി, സംഭവം കിട്ടി, ഭക്തി കിട്ടി. ഇനി അതെന്ത് ചെയ്യാ? ആ ഭക്തി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു അല്ലെ, ഭക്തി കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭഗവാനോടുള്ള പരമപ്രേമം, ആ നിഷ്കാമമായ സ്നേഹം തോന്നുക എന്ന് പറയുന്നത് ഇല്ലേ, ഒന്നിനും അല്ലാണ്ട് ഭഗവാനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതൊരു സ്റ്റേജിൽ ഒരു കഥയിലൂടെയോ ഒരു സ്പാർക്കായിട്ട് കിട്ടി. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിലാണ് എനിക്ക് കാര്യമായിട്ട് തോന്നുന്നത്. അല്ലാണ്ട് ഈ പെട്ടെന്നുള്ള അഭിപ്രായങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു പ്രത്യേകമായിട്ട് ഒരു ആരാധന തോന്നിയിട്ട് പെട്ടെന്നൊരു കമന്റ് ഇടുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു കമന്റ് എഴുതുക, അതിനേക്കാളും ഞാൻ വിശ്വസിക്കുന്നത് അത് സസ്റ്റൈനബിൾ ആയിട്ട് പോയി അവരെ ഒരുപാട് ഭക്തിയിൽ മുന്നേറി അങ്ങനെ പോകുമ്പോഴാണ്. ചിലപ്പോൾ പല ആളുകളും ഇപ്പോഴും ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ആളുകളുണ്ട്, അവരൊന്നും കമന്റ് ഇടുന്നില്ല, എന്നെ അപ്രോച്ച് ചെയ്യുന്നില്ല, എന്നെ കാണാൻ ശ്രമിക്കുന്നില്ല, എന്നിലേക്ക് എത്തുന്നില്ല. പക്ഷെ അവരെവിടെയോ എത്തിയിട്ടുണ്ട്, ഇല്ലേ? അവർ ഭഗവാനിലേക്ക് എത്തിയിട്ടുണ്ട്, അവർ ഭഗവാനിലേക്ക് എത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവും, 5 വർഷം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഞാന് ഈ കമന്റ്സിലോ ഈ എന്നെ ഇങ്ങനെ വളരെ നല്ലതാണെന്ന് പറയുന്നതിലൊന്നും ഞാൻ ഒരുപാട് അർത്ഥം കാണുന്നില്ല. എല്ലാം ഞാൻ മേടിക്കും, കമന്റ്സിലെ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ മേടിക്കും. സർവം കൃഷ്ണാർപ്പണം, ഗുരുവായൂരപ്പന് കൊടുക്കും. പക്ഷെ നമ്മുടെ സനാതന സംസ്കാരമൊക്കെ അനുസരിച്ച് പറയുമ്പോൾ അതില് ഈ ഗുരുക്കന്മാർക്ക് വലിയ പ്രാധാന്യമുണ്ട്, വഴികാട്ടികൾക്ക് പ്രാധാന്യമുണ്ട്. പലപ്പോഴും പുരാണങ്ങളിലൊക്കെ ഭഗവാൻ തന്നെ പല രൂപങ്ങളിൽ വന്ന് വഴികാട്ടുന്നതായിട്ടാണ് കാണാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ധർമ്മം സംസാരിക്കുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകൾക്ക് വളരെ പ്രാധാന്യം ഉണ്ട് എന്നാണ് പറയുക. അപ്പൊ അത് ഒരു ചെറിയ കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതൊരു വലിയ കാര്യമല്ല, നിസ്സാരവൽക്കരിക്കുന്ന അല്ല ഞാന്. പക്ഷെ ഇത് എന്നെ ഇപ്പൊ ഒരു ടൂളായിട്ട് എടുത്തു ഭഗവാൻ. അത് എന്തെങ്കിലും മുജ്ജന്മ ഒരു പുണ്യം കൊണ്ടായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം ഭഗവാൻ എടുത്ത്. നാളെ ഭഗവാനെ വേറെ ആളുകളിലേക്കാണെങ്കിൽ അതങ്ങനെ. അപ്പൊ ഞാൻ അതിൽ വിശ്വസിക്കുന്നത് എനിക്ക് ഭഗവാൻ ഒരു ചാൻസ് തന്നല്ലോ ഭക്തി പ്രചരിപ്പിക്കാനേ കാണുന്നുള്ളൂ. ഞാൻ ഒന്നും നിസ്സാരമായിട്ട് എടുക്കുന്നില്ല, കമന്റ്സുകളൊക്കെ പോസിറ്റീവായിട്ട് എടുക്കും. എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്ക് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ആളുകൾ പറയുമ്പോൾ ഞാൻ അത് പിന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാനൊന്നും അങ്ങനെ ഒരു അല്ല എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിലല്ല, എനിക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല. എനിക്കിങ്ങനെ കഥകൾ കാണിച്ചു തരുന്നു, അത് പറയുമ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് വായിക്കും. ഇപ്പൊ ദേവി മഹാത്മ്യം ഞാൻ വായിച്ചു, അപ്പൊ എനിക്കൊരു സന്തോഷവും എനിക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷം കിട്ടിയ അല്ലെങ്കിൽ എനിക്കൊരു ബ്ലിസ് കിട്ടിയെങ്കിൽ ഞാൻ ഉടനെ തന്നെ
സ്വസ്തിക വീഡിയോ വഴി ഞാൻ ആ ബ്ലിസ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കും. അപ്പൊ ചിലർക്ക് അത് കിട്ടും. അപ്പൊ നമ്മൾ ഈ റേഡിയോ വഴി ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ ഓരോ അറിവുകൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ചിലരത് ക്യാച്ച് ചെയ്യും, ചിലരത് മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ ചിലർക്ക് അത് ചിലപ്പോൾ ഒരു വാതിലായിരിക്കും. ഇപ്പൊ ദേവിയെ കുറിച്ച് പറയും, ഗുരുവായൂരപ്പനെ കുറിച്ച് പറയും, പക്ഷെ അൾട്ടിമേറ്റ് ഒന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ എല്ലാവരും നമുക്ക് വേണ്ടേ? നമ്മള് ഒരു കുടുംബത്തില് നമുക്ക് ഒരാൾ മാത്രം മതി എന്ന് പറഞ്ഞ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാ സകല ചരാചരങ്ങളിലും ഈശ്വരനുണ്ട്. അപ്പൊ ഈ ഈശ്വര സാന്നിധ്യം അറിഞ്ഞവരായിരിക്കുമല്ലോ ദൈവിക ഭാവത്തിലേക്ക്. ഇപ്പൊ നമ്മുടെ ആചാര്യന്മാരാണെങ്കിലും ഗുരുക്കന്മാരാണെങ്കിലും പ്രവാചകന്മാരാണെങ്കിലും ഇവരെല്ലാം ഭഗവാന്റെ കാര്യം പറയാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അവരിലെല്ലാം ഈശ്വര ചൈതന്യമുണ്ട്. അപ്പൊ അവരെല്ലാവരെയും റെസ്പെക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പോ എല്ലാവരിൽ നിന്നും ഇപ്പൊ എന്ത് കാര്യത്തിൽ നിന്നും നമ്മൾ നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക. പിന്നെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്നതോ നമ്മളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല. അത് ഞാൻ സമയത്തിന് വിട്ടുകൊടുക്കും. സമയം ക്ലിയർ ചെയ്യും. കാരണം അവർക്ക് അവരുടെ അജ്ഞത അല്ലെങ്കിൽ എന്നിൽ കണ്ട കുറവ് അത് ഭഗവാന് ശരിയാണ്, ധാർമ്മികമാണ്, അത് മാറ്റണം എന്ന് തോന്നിയാൽ എനിക്ക് മാറ്റും. കാരണം ഞാൻ എല്ലാം ഭഗവാനിൽ സബ്മിറ്റ് ചെയ്തിട്ടാ ചെയ്യണം എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാറ്റും, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പം ഇത് പറഞ്ഞു വന്ന സമയത്താണ്, അതായത് എല്ലാം നമുക്ക് വേണം എന്ന് പറഞ്ഞില്ലേ, പക്ഷെ നമ്മുടെ ഈ പലപ്പോഴും ഈ എന്താണ് വിഭാഗീയത സൃഷ്ടിക്കാൻ പലപ്പോഴും പല ആൾക്കാർ ശ്രമിക്കാറുണ്ട്. ഇപ്പം ഭഗവാന്റെ കൃഷ്ണന്റെ കാര്യം പറയുന്ന സമയത്ത് തന്നെ ശിവന്റെ കാര്യം പറയുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ശിവന്റെ കാര്യം പറയുമ്പോൾ അവിടെ വിഷ്ണുവിന്റെ കാര്യം പറയുന്നില്ല, ദേവിയുടെ കാര്യം പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ മൂന്ന് സ്വരൂപങ്ങളും യഥാർത്ഥത്തിൽ ഒന്നാണ്, ഒന്നിന്റെ ഭാഗമാണ് എന്ന് പറയാൻ പലപ്പോഴും ആളുകൾ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട്, അങ്ങനെയല്ല. പക്ഷെ എന്നാലും ഈ ശൈവ വൈഷ്ണവ പിന്നെ എന്താണ് ശാക്തേയ ഈ വിഭജനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതും പലപ്പോഴും ഈ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതലായിട്ട് കേരളത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ പല നമ്മൾ ഈ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും അത് കാണാറുണ്ട്. അത് എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ അങ്ങനെ അനുഭവം ഉണ്ടായിരിക്കുമല്ലോ, എത്രത്തോളം അതൊരു നല്ല പ്രവണതയാണോ? അതെ, എനിക്ക് എന്നോട് ആദ്യം പറയുമ്പോൾ പറയാം, എന്താ ശിവന്റെ കഥ പറയാത്തതെന്ന് ചോദിക്കും. അത് വെച്ചാലേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാല് ഇപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ ആളുകൾക്കും ഒരേ കുറിപ്പടി എഴുതാൻ പറ്റുമോ? മരുന്ന് ഇല്ല. നമ്മളെല്ലാവരും മാനസിക രോഗികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറിയൊരു ഫിലോസഫിയും സൈക്കോളജിയും ഒക്കെ ഉണ്ട് ഈ സ്പിരിച്വാലിറ്റിയിൽ. എല്ലാവർക്കും ചെറിയ എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളുണ്ട്, മാനസിക രോഗങ്ങളുണ്ട്. ഇതിനുള്ള ചികിത്സയും കൂടിയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഭൗതികപരമായിട്ടുള്ള ജീവിതത്തില് പൈസ കൊണ്ടോ അല്ലെങ്കിൽ കുറെ സ്വത്ത് കൊണ്ടോ കുറെ പഠിപ്പ് കൊണ്ടോ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല മാനസികമായിട്ടുള്ള നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ, നമ്മുടെ കാര്യങ്ങൾ. അതായത് നമുക്ക് ഫ്രസ്ട്രേഷൻ വരുമ്പോൾ, നമുക്ക് ഡിപ്രഷൻ വരുമ്പോൾ, ഇതൊക്കെ നമുക്ക് ഈ പൈസ കൊണ്ടോ അല്ലെങ്കിൽ കുറെ ആൾബലം കൊണ്ടോ ഒന്നും നമുക്ക് നികത്താൻ പറ്റില്ല. അപ്പൊ അതിനെന്ത് തന്നെ വേണം? അതിന് സ്പിരിച്വൽ ആയിട്ട് ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മരുന്ന് പോലെയാണ്. ഈശ്വരൻ എന്ന് പറയുന്ന പരമസത്യം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ പുറത്ത് അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അത് നമുക്ക് സ്ട്രെങ്ത് ആണെന്ന് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ആ ഭയം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ മാനസികമായിട്ടുള്ള ആ മെച്യൂരിറ്റി പലർക്കും പല രീതിയിലാണ് ഉണ്ടാവുന്നത്. പലരും പല വഴികൾ സ്വീകരിക്കുന്നു. അപ്പോ ചിലര് ഈശ്വരന് രൂപം ഇല്ലാണ്ട് കാണുന്നു, ചിലര് രൂപം ഉണ്ടാവുന്നു. അപ്പൊ ആ രൂപത്തിൽ തന്നെ പല ഡിഫറെന്റ് ആയിട്ടുള്ള രൂപങ്ങൾ, അവർക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആ രൂപത്തെ അവർ സ്വീകരിക്കുന്നു. അത്രയും ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അത് ഓരോരുത്തരുടെ മാനസികമായിട്ടുള്ള മെച്യൂരിറ്റി, അവരുടെ താല്പര്യങ്ങള്. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ 10 പേര് 10 ഫുഡായിരിക്കും ഓർഡർ ചെയ്യുക. ഓരോരുത്തരുടെ ഇഷ്ടം വ്യത്യസ്തമായിരിക്കില്ലേ? അതുപോലെ ഈശ്വരനെ അവർ കാണുന്ന രൂപം, ഭാവം ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അവർ പക്ഷെ അതിന്റെ പേരില് വിഭാഗീയതയും വർഗീയതയും സൃഷ്ടിക്കുമ്പോഴാണ് സമൂഹത്തിൽ നിന്ന് എന്ത് പോകുന്നത്. എന്താ ഈശ്വരൻ എന്ന് പറഞ്ഞ സ്നേഹമാണ്, സഹിഷ്ണുതയാണ്, സഹവർത്തിത്വമാണ്. ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകം എത്ര 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 നല്ലതായിരിക്കും അല്ലെ? അപ്പോ നമ്മൾ പറയണ പോലെ നന്മ ഉണ്ടെങ്കിൽ തിന്മ ഉണ്ടെന്ന് പറയണ പോലെ ഈ ഒരു ഈശ്വരന്റെ ആ ഭാവത്തിലും രൂപത്തിലും ഓരോരുത്തരും അവരവരുടെ ക്വാളിറ്റീസ് അസൈൻ ചെയ്യാണ്. ശരിക്കും ഈശ്വരൻ നിർഗുണൻ, നിരാകാരൻ, അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്ന് പറഞ്ഞ ഗുണമില്ല എന്നല്ല, ഗുണാതീതനാണ്. നമ്മളിലുള്ള സത്വരജോ തമോ ഗുണങ്ങൾക്ക് അധീനനാണ് ഭഗവാൻ. പക്ഷെ നമ്മളിലുള്ള ഗുണങ്ങൾ അനുസരിച്ച് നമ്മൾ ഈശ്വരൻ ഒരു ഭാവം നോക്കിയിട്ട് നമ്മുടെ സ്വഭാവത്തുമായിട്ട് താതാത്മ്യപ്പെടുന്ന ആളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോ ശിവൻ എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് കൃഷ്ണനെ പേടിയാണ്, കൃഷ്ണൻ ഒരുപാട് പരീക്ഷിക്കും, ശിവനാണെങ്കിൽ ക്ഷിപ്രപ്രസാദിയാണെന്ന് പറയും. അതെന്താ വെച്ചാൽ അവർക്ക് പെട്ടെന്ന് ഫലം വേണം.
അല്ലെ? ഉം. ക്ഷമയില്ല, ഉം. പെട്ടെന്ന് ഫലം വേണം, ഉം. ആഗ്രഹിക്കണ എന്തും പെട്ടെന്ന് സാധിക്കണം. ഉം. ഭഗവാന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളെ അത്രയും നമ്മളെ മോൾഡ് ചെയ്യാണ്. അത്രയും നമ്മളെ മോൾഡ് ചെയ്ത നമ്മുടെ സ്വഭാവവും നമ്മുടെ മനസ്സും ഒക്കെ ഇങ്ങനെ തങ്ക കമ്പി പോലെ അത്രയും പ്യോർ ആയിട്ട് വരുമ്പോൾ മാത്രമേ, പ്യോർ ഭക്തിയിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഭഗവാൻ പിന്നെ നമ്മുടെ ദാസനാണ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും, ഞാനിപ്പോ ആണ്ടാളമ്മയുടെ തിരുപ്പാവൈ കഥകൾ പറയുന്നുണ്ട്. അപ്പൊ അതില് ആണ്ടാളമ്മ ഇന്നത്തെ പാസ്വരത്തിൽ പറയണെന്ന് വെച്ചാൽ, ആണ്ടാളമ്മ എന്ത് പറഞ്ഞാലും ഭഗവാൻ കേൾക്കും എന്നുള്ള അവസ്ഥയിലേക്ക്, അല്ലെ ഈശ്വരൻ, അതായത് പ്രകൃതി, നമ്മൾ വിചാരിക്കുന്നത് പ്രകൃതി തരുന്നത്. കാരണം നമ്മൾ അത്രയും നിഷ്കാമമായിട്ട് സറണ്ടർ ചെയ്തിരിക്കുകയാണ്, ആത്മസമർപ്പണം ചെയ്തിരിക്കുകയാണ്. ആ ഒരു സ്റ്റേജിൽ എത്തുന്നത് വരെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അത് നമ്മളെ നന്നാക്കാനായിട്ടാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ ഇഷ്ടമല്ല. ഇൻസ്റ്റന്റ് എന്താണ് റിസൾട്ട് പെട്ടെന്ന് കിട്ടണം, ക്ഷിപ്രം എന്നുള്ളതാണ്. എന്നാണ്. പക്ഷെ ക്ഷിപ്രമായിട്ട് നമുക്ക് കിട്ടുമ്പോ എന്താ ചെയ്യാച്ചാല്, ഗുരുവായൂരപ്പനോട് ചോദിച്ചാൽ, ഇപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് ഇപ്പൊ ഗുരുവായൂരപ്പനായിട്ടോ മഹാദേവനായിട്ടോ നിങ്ങൾ വിചാരിച്ചാല്, ഭഗവാനോട് ഒരുപാട് കരഞ്ഞു നമ്മൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾ ഭഗവാൻ തഥാസ്തു എന്ന് പറയും, സാധിച്ചു തരും. പക്ഷെ അത് പിന്നെ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ദുഃഖമായിട്ട് വരും. അപ്പൊ ഈ ദുഃഖം അല്ലെങ്കിൽ നമ്മളുടെ ഡിസാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ നമ്മളിങ്ങനെ ഒരുപാട് ചോദിച്ച് മേടിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് ടൈം കഴിയുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത്, ഇത് നമുക്ക് വേണ്ടിയിരുന്നില്ല. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഗുരുവായൂരപ്പൻ ചിലപ്പോൾ ഭഗവാൻ എന്തോ ഒന്ന് മനസ്സിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്തോ ഒരു വിഷമം ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻസിൽ വിചാരിക്കുക അത് ചിലപ്പോ ഭഗവാന്റെ നിശ്ചയമായിരിക്കാം. ഞാൻ അങ്ങനെയാട്ടോ വിചാരിക്കുക. അതെന്റെ ഒരു രീതിയാണ്. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും എന്താ പറയുക, നിർഭാഗ്യങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാല്, ഗുരുവായൂരപ്പന്റെ നിശ്ചയമാണ്. നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് ഭഗവാന് വിട്ടുകൊടുത്തല്ലേ പറയണം. അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഈശ്വരനെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരെ നിഷേധിക്കുകയോ ഇതൊക്കെ തെറ്റാണെന്ന് പ്രചരിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. കർമ്മങ്ങളിൽ തന്നെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് എന്റെ കർമ്മദോഷമാണ്. ഞാൻ അത് ചെയ്തത് തെറ്റായത് കൊണ്ടായിരിക്കാം, ഞാൻ അങ്ങനെ ചിന്തിച്ചത് തെറ്റായതുകൊണ്ടാണ് ഞാൻ തന്നെ ടേൺ ആയിട്ട് ഞാൻ തന്നെ പുനർവിചിന്തനം ചെയ്യണം. ഇവിടെ ഞാൻ എന്ന് പറയുന്ന വെച്ചാൽ ശരീരബോധത്തിൽ വരുമ്പോ എനിക്ക് ഞാനെന്ന് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മളെന്ന് പറയുന്ന ആളെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ മാറ്റും. പക്ഷെ ഇതുപോലെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മാനസിക പ്രശ്നം മാറാവുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവർക്ക് മനസ്സിലാവും ശിവനും ഒന്നാണ്, വിഷ്ണുവും ഒന്നാണ്, വിഷ്ണു എന്ന് പറഞ്ഞാൽ ഒന്നാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. ശിവം എന്ന് പറഞ്ഞാൽ ശരിക്കും മംഗളകാരി എന്നാണ് അർത്ഥം. വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപി. ഭഗവാന്റെ പല പല പേരുകളാണ്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേരുകളാണ് നമ്മൾ ഓരോരോ ഈശ്വരൻ എന്ന് പറഞ്ഞ് വിളിക്കുന്ന. അതിന്റെ പേരിലാണ് ഇവിടെ പലതരത്തിലുള്ള അസഹിഷ്ണുതയും തമ്മിത്തല്ലും നടക്കുന്നത്. അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കുറെ ഇങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് കഷ്ടമാണ് തോന്നുന്നത്. പണ്ടൊക്കെ ഞാൻ അഗ്രസീവായിട്ട് റിപ്ലൈ ചെയ്യും. ഇപ്പം മനസ്സടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മതപരമായ വിഷയങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി നമ്മള് സമയം പാഴാക്കാനുള്ളതല്ല നമ്മുടെ ലൈഫ്. കൂടുതൽ മോൾഡ് ചെയ്യുക, നമ്മുടെ ബിഹേവിയറിനെ മോൾഡ് ചെയ്യുക, അറിവുകൾ നേടുക, മനുഷ്യരിൽ നല്ല സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. ഈശ്വരനെ ആണെങ്കിലും പരസ്പര ആളുകൾ തമ്മിലാണെങ്കിലും സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. ഇത്രയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാനിപ്പോ മതപരമായ വിഷയങ്ങളിൽ അങ്ങനെയുള്ള തമ്മിത്തല്ലിലൊന്നും ഒരു അഗ്രസീവായിട്ട് ആളുടെ അതിനുള്ള ഒരു റിപ്ലൈ ഞാൻ ഇപ്പൊ കൊടുക്കാറില്ല. അത് എനിക്കുണ്ടായ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒരർത്ഥത്തിൽ ഭഗവാൻ നമ്മളെ പാകപ്പെടുത്തുകയാണ്, നമ്മളെ തന്നെ പാകപ്പെടുത്തുകയാണ്. അതെ. പിന്നെ ഇതോട് റിലേറ്റ് ചെയ്ത് പറയുമ്പം ഭഗവാൻ തന്നെ അതിന് ഉത്തരം കൊടുത്തൊരു കഥ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ മേൽപ്പത്തൂരിന് ഒരു വയറുവേദന വരുന്നുണ്ട്, വാദമല്ല വയറുവേദന വരുന്ന സമയത്ത് നിരന്തരം ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, എനിക്കിത് മാറ്റിത്തരണം. അത് ഞാൻ കേട്ടിട്ടുള്ളത് മറ്റേ അദ്ദേഹത്തിനാണ്. ഏതാണ്? വില്ലുമംഗലത്തിനാണ്. കുറുരമ്മയുടെ അടുത്ത് പോകുന്നതല്ലേ? കുറുരമ്മയുടെ അടുത്ത് അല്ല, അത് ഭഗവതിയുടെ അടുത്ത് പോകുന്നത്. ഇതുപോലെ തന്നെ വേറൊരു കഥയുണ്ട്, അതായത് ദേവിയുടെ അടുത്ത് പോയി പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഇപ്പം ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു പക്ഷെ അത് അങ്ങ് കേട്ട കഥ തന്നെയായിരിക്കാം. വയറുവേദന വന്നിട്ട് ഭഗവാൻ ക്ഷമിക്കൂ എന്ന് പറയുന്ന ഒരു കഥയില്ലേ? അല്ല, അത് ഞാൻ പറയുന്നതിനെ കുറിച്ച് അങ്ങ് പറയുന്നതിനെ കുറിച്ച് ഒന്ന് പറയോ? അല്ല, ഞാൻ കേട്ടിട്ടുള്ളത് ഒരു വില്ലുമംഗല സ്വാമിയാരുടെ അടുത്ത് ഒരാള് വന്നിട്ട് പറയും ഇങ്ങനെ വയറുവേദനയാണ് എന്ന് പറയും. അപ്പോ വില്ലുമംഗല സ്വാമിയാർ ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ ഒരു ആൻസറും കൊടുക്കില്ല. അത് കഴിഞ്ഞ് കുറുരമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഇദ്ദേഹം പറയും. അപ്പോ കുറുരമ്മ പറയും,
ഇന്ന ഒരു കാര്യം ചെയ്യൂ എന്ന് പറയാം. അപ്പൊ അദ്ദേഹം ചെയ്യും, അപ്പൊ വയറുവേദന മാറും. അപ്പോ വിലമംഗല സമയം പറയും ഞാൻ ചോദിച്ചിട്ട് അങ്ങ് പറഞ്ഞില്ലല്ലോ, എന്നിട്ട് ഈ കുറുരമ്മ പറഞ്ഞിട്ടത്. അപ്പൊ കുറുരമ്മയോടുള്ള ആ ഒരു വിലമംഗലത്തിനുള്ള ഒരു മാതൃഭാവത്തിൽ ആ ഭക്തി അല്ല, ഈ ഭക്തിയിൽ വരുമ്പോ ഇപ്പൊ വില്ലുമംഗലം ആണെങ്കിലും കുറുരമ്മയാണെങ്കിലും എല്ലാരും സെയിം ആണ്. വില്ലുമംഗലത്തിലെ അറിവും കൂടെ ഉണ്ട്. കുറുരമ്മയ്ക്ക് ഭക്തി മാത്രമേ ഉള്ളൂ, നിർമ്മലമായ ഭക്തി മാത്രമേ ഉള്ളൂ. അതിൽ എന്താണോ ആളുകൾക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ വിചാരിച്ചിട്ട്. പക്ഷെ വില്ലുമംഗലം ഡയറക്റ്റ് ഗുരുവായൂരപ്പനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, ഒരു കുറച്ച് അഹം എന്നുള്ള ഒരു ഭഗവാൻ എന്ത് പറഞ്ഞാലും കേൾക്കും എന്നുള്ള വന്നപ്പോ ആ പുള്ളിയുടെ ആ ഒരു ഈഗോ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് ആൻസർ ചെയ്യാതെ കുറുരമ്മ പറഞ്ഞ പോലെ ചെയ്തിട്ട് ആളുടെ ഇതും ഭേദാക്കിയത്. അങ്ങനെ ഒരു കഥയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി ഇതൊന്ന് പറഞ്ഞ എനിക്ക് അല്ല, തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ തന്നെ ഒരു കഥയാണ്. അത് മേൽപ്പത്തൂരാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ എനിക്കറിയില്ല, ക്ഷമിക്കാം. അദ്ദേഹത്തിന് വയറുവേദന വന്ന സമയത്ത് ഭഗവാനോട് നിരന്തരം പറഞ്ഞപ്പോൾ ഭഗവാൻ പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി ക്ഷമിക്കും, ഞാൻ മാറ്റിത്തരാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് നിരന്തരം വന്ന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ട് അവസാനം അദ്ദേഹം നേരെ പോയിട്ട് അമ്മയുടെ അടുത്ത് പോയി, ഭഗവതിയുടെ അടുത്ത് പോയിട്ട് പറയും, അമ്മ എനിക്ക് ഇങ്ങനെ വലിയ പ്രശ്നമുണ്ട്, ഓക്കെ നിനക്കത് മാറട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും. ഇൻസ്റ്റന്റ് റിലീഫ് കൊടുത്തു. അപ്പം തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഭഗവാനെ നിന്നെ എത്ര ഞാൻ ഇങ്ങനെ ആരാധിക്കുന്നതാണ്, എന്നിട്ട് ഭഗവാൻ എന്നോട് എന്താണ് ഇങ്ങനെ എനിക്ക് മാറ്റി തന്നില്ല, പക്ഷെ അമ്മ എനിക്ക് പെട്ടെന്ന് മാറ്റി തന്നു എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ പറയുന്നുണ്ട് അതൊരു വലിയ പണിയായല്ലോ. കാര്യം എന്താന്ന് വെച്ചാല് ഈ വയറുവേദന കൂടി കഴിഞ്ഞാൽ ഈ ജന്മത്തിലെ മുഴുവൻ കർമ്മഫലങ്ങളും പാപങ്ങളും തീർന്ന് ഈ ജന്മം മാറി നമുക്ക് മോക്ഷം കിട്ടുമായിരുന്നു. പക്ഷെ അമ്മ മകന്റെ ദുഃഖം കണ്ട് അതൊന്നും ചിന്തിക്കാതെ ഓക്കെ കൊടുത്തു. അതുകൊണ്ട് എന്താ, അടുത്തൊരു ജന്മം കൂടി വന്ന് ഇത് അനുഭവിക്കണം എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. അപ്പൊ അത് അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പൊ അത് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് കർമ്മം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അത് റെഡിക്ക് നമ്മളെ ഈ പ്യൂരിഫൈ ചെയ്യുന്നതായിരിക്കാം എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പെട്ടെന്ന് അത് പോയി കഴിഞ്ഞാല് വേറെ ഏതെങ്കിലും രീതിയിൽ ഡിസാസ്റ്റർ ആയിട്ട് പിന്നെയും പ്രകൃതി ഈ കർമ്മഫലത്തിന് പ്രകൃതിക്ക് എന്തായാലും നമുക്ക് ഏൽപ്പിച്ചല്ലേ പറ്റുള്ളൂ. കർമ്മ എന്ന് പറയുന്നത് നമുക്ക് വന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ ഈ കർമ്മ ഇങ്ങനെ അങ്ങോട്ട് തീർത്തു കഴിഞ്ഞാല് ചിലപ്പോ മറ്റുള്ള കർമ്മങ്ങളിൽ നിന്ന്, പ്രാരബ്ധ കർമ്മങ്ങളിൽ നിന്ന് നമ്മളെ കുറയ്ക്കുന്നതായിരിക്കാം. ശരിയാണ്, സത്യമാണ്. അത് ഇപ്പൊ പറഞ്ഞ കാര്യം വലിയൊരു കാര്യം കേട്ടോ. ശരിക്കും നമ്മുടെ ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. എന്തെങ്കിലും ഒരു വിഷമോ വേദനയോ അല്ലെങ്കിൽ വയ്യായോ ഒക്കെ വരുമ്പോ ഈ ഇടയ്ക്ക് ഒരു കുട്ടി എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിരുന്നു. ആദ്യം സ്വസ്തികയുടെ കഥകളൊക്കെ കേൾക്കുന്ന ഒരു കുഞ്ഞമ്മയായിരുന്നു. ഇപ്പൊ കുഞ്ഞമ്മയ്ക്ക് തീരെ ശരീരത്തിന് സുഖമില്ലാണ്ടായപ്പോ കഥയും കേൾക്കില്ല, ഭഗവാനെയും ചീത്ത പറയും, സ്വസ്തികയും ചീത്ത പറയും, ഇതൊക്കെ വെറുതെ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ കുട്ടിക്ക് ഇതേ കാര്യം പറഞ്ഞു കൊടുത്തത്. എന്നുവെച്ചാലേ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടത് കുറച്ച് സമയത്തിനുള്ളിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ഈ വേദന തരുന്നത്. അപ്പൊ പെട്ടെന്ന് വിപരീതമായിട്ടാണ് പലരും പോവുക. അതോടെ ഭക്തിയും അവിടെ കളഞ്ഞു, ഈ ഭഗവാനോടുള്ള വിശ്വാസവും കളഞ്ഞു, എല്ലാം പോയി. പക്ഷെ അതാണ് പ്രശ്നം. അതാണ് ഈ കഥകൾ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു മോട്ടിവേഷൻ വരുന്നു ആൾക്കാർക്ക്. പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കാര്യങ്ങൾ സാധിപ്പിക്കുന്ന അതിലേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന് പകരം ആ ഒരു നമുക്കുണ്ടായ ഭക്തി, നമുക്ക് കിട്ടിയ ഭക്തി അത് സൂക്ഷിച്ചുകൊണ്ട് കൂടുതലായിട്ട് ഇതുപോലുള്ള അറിവുകൾ നേടി നമ്മുടെ കർമ്മബന്ധാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ ഭഗവാൻ എരിച്ചു കളയുകയാണ് എന്നുള്ള ആ കുന്തി ദേവിയുടെ ഒരു മനസ്സ്, ഭഗവാനെ എനിക്ക് ദുഃഖം തരൂ എന്നാലല്ലേ എനിക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കുള്ളൂ എന്നാ കുന്തി ദേവി പറഞ്ഞ ആ ഒരു മനസ്സിലേക്ക് എത്താനാണ് ഗുരുവായൂരപ്പൻ ഭഗവാൻ ഇതൊക്കെ ചെയ്യണമെന്ന് ആരും ചിന്തിക്കില്ല. പെട്ടെന്ന് തന്നെ എവിടെ പോയി നിങ്ങളുടെ ഭഗവാൻ, എന്താ നിങ്ങളുടെ കൃഷ്ണൻ ചെയ്തത്, ഇത്രയും വലിയ ഭക്തിയായിരുന്നല്ലോ, എന്നിട്ട് അവർക്ക് സംഭവിച്ചത് കണ്ടോ, അങ്ങനെയാ ചോദിക്കുക.